മാടായി പഞ്ചായത്തിലെ കടവത്ത് തോടിന്റെ കാഴ്ചയാണ് അടുത്തതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നത് വെറും പാഴ്വാക്കാണെന്ന് സമർത്ഥിക്കുകയാണ് മാലിന്യത്തോടായി മാറിയ കടവത്ത് തോട്ടിലെ ഈ കെട്ട കാഴ്ച. ഒരു കാലത്ത് സുഗമമായി ഒഴുകിയിരുന്ന മാടായി പഞ്ചായത്തിലെ കടവത്ത് തോടിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്കുനിലച്ച ഈ തോടിന്റെ ഇപ്പോഴത്തെ കാഴ്ച ഏറെ പരിതാപകരം തന്നെയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറവ് മാലിന്യങ്ങളും എന്ന് വേണ്ട കക്കൂസ് മാലിന്യങ്ങളടക്കം ഈ തോട്ടിലാണ് തള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോടിന്റെ സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുകയാണ്. മാലിന്യ കൂമ്പാരങ്ങൾക്ക് സമീപത്തായി പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യങ്ങൾ തള്ളരുതെന്ന ബോർഡും ഏറെ ശ്രദ്ധേയമായ കാഴ്ചയാണ്. അസഹ്യമായ ദുർഗന്ധവും ഒപ്പം കൊതുക് ശല്യവും രൂക്ഷമാണിവിടെ. ഒപ്പം മാലിന്യങ്ങൾ തേടിയെത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യവും. തോടിന്റെ പാർശ്വഭിത്തികൾ തകർന്നതിനാൽ മഴക്കാലത്ത് മലിനജലം ഒഴുകി പ്രദേശത്തെ പറമ്പുകളിലും വഴികളിലും നിറയും. പ്രദേശവാസികൾ ഏറെ ദുരിതം സഹിച്ചാണ് ഇവിടെ കഴിയുന്നതെന്ന് പുതിയങ്ങാടിയിലെ വി ബൽക്കീസ് പറഞ്ഞു. ഇതിന്റെ ഭയങ്കര സ്മെല്ലാണ്. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്മെല്ലോ ഇതെല്ലാന്ന്. വെള്ളം പറ്റലേ ഇല്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുക്ക് ഇവർ തുറന്നു വിട്ടാൽ അങ്ങനെ തന്നെ പോവും, വേസ്റ്റെല്ലാം പോവും. ആദ്യം നമ്മൾ വരുന്നതിന് മുമ്പ് വേസ്റ്റെല്ലാം ഇടലുണ്ടായിന്. ഇപ്പോൾ കുറേ ആയിട്ട് ആരും വേസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇടലില്ല. അവിടെ ആ ബോർഡ് ഇട്ടാൽ പിന്നെ ചില സമയം രാത്രിയെല്ലാം വന്നിട്ട് ഇട്ടിട്ട് അങ്ങനെ പോകുന്നതല്ലാണ്ട് കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ നായ്ക്കളെല്ലാം ശല്യമുണ്ട്. പിന്നെ ഒരു ദിവസം അവൾ ഉപ്പാനെ തന്നെ ഒരിക്കൽ കടിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ അങ്ങനെ കുറവാണ്. പിന്നെ ഇതന്നെ ഈ സ്മെല്ല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്ന പ്രഖ്യാപനങ്ങളൊക്കെ തുടരെ ഉയരുന്നുണ്ടെങ്കിലും കടവത്ത് തോടിലെ ഈ കെട്ട കാഴ്ച പഞ്ചായത്ത് അധികൃതരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും നിസ്സംഗത തുടരുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കാൻ അധിക നാൾ കാത്തു നിൽക്കേണ്ടി വരില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.